റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രുചിയിൽ നല്ലൊരു ചിക്കൻ കറി തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, പുട്ട് എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് വേണം ഇതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാൻ. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴന്നു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ മതിയാകും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. അതും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകാട്ടെ ഇതിൽ കൂടുതൽ എടുക്കേണ്ടത്. ഇതിൻ്റെ എരിവാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി നല്ലപോലെ കുക്കാവണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് പ്രത്യേക ഒരു കളറ് തന്നെയാണ്. ഇനി ഈ പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ നരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, കുറച്ച് കശുവണ്ടിയും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. പട്ടയും ഗ്രാമ്പു ഏലക്ക ഒന്നും കൂടി പോകണ്ട കേട്ടോ. 1-2 പീസ് മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് ഏകദേശം നമ്മൾ ഒരു 20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ കുക്കായി ഇത് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ. മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളിതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കശുവണ്ടി അതുപോലെ തന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്നാലും ഒരു ഇത്തിരി നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കറി ഇങ്ങനെ തിളക്കുമ്പോൾ മേലെ ഇങ്ങനെ പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാകുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ തന്നെ അത് നല്ല റെഡി ആയിക്കോളും. അപ്പോൾ കറി നല്ലപോലെ തിളച്ചില്ലെങ്കിൽ നമ്മൾ തേങ്ങ ചേർത്ത് അരക്കുന്നില്ലേ, പെട്ടെന്ന് മോശമായി പോകും. അതുകൊണ്ടാണ് നല്ലപോലെ തിളപ്പിച്ചെടുക്കാൻ പറയുന്നത്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. ഇതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കറീൻ്റെ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച തേങ്ങ വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ പല റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ.